Hello, good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yes, good morning. Good morning, ma'am. Morning. Good morning. Good morning. One second. Yes. So last part ആണ് നമുക്ക് കുറച്ചുകൂടി എടുക്കാൻ തരുന്നല്ലേ ലബോറട്ടറി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു തീർക്കാനുണ്ടായിരുന്നു. ഓക്കെ, റെഡിയാണോ എല്ലാവരും? സോ സം ഇൻസ്ട്രക്ഷൻസ്, അതായത് നമ്മളുടെ സേഫ്റ്റി മെഷേഴ്സുമായിട്ട് വൈൽ ബീങ് ഇൻ എ ലബോറട്ടറി, some of the safety measures generally will have to be taken by the laboratory personnel. ലാബില് ജോലി ചെയ്യുന്ന ജോലിക്കാര് തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ അവര് ഈ പറയുന്ന നിർദ്ദേശങ്ങളെങ്കിലും അവർ പാലിക്കണം. എന്താണ്? അവരുടെ സുരക്ഷാ മാർഗത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിപ്പോ വളരെ കെയർലെസ് ആയിട്ടൊക്കെ ലാബിൽ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടാകാവുന്ന ആഫ്റ്റർ എഫക്ട് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ അതൊക്കെ കുറെ ഒരു പരിധി വരെയൊക്കെ, ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്താൽ പറ്റും. ഓക്കെ, അപ്പൊ അതിനുള്ള കുറെ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് അതിന്റെ ബാക്കിയാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. അതുകൂടിയൊക്കെ കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ചാപ്റ്ററുകളും തീർന്നു, പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ നമുക്ക് ബാക്കി ഭാഗത്ത് പറഞ്ഞാലോ? എല്ലാവരും റെഡിയാണോ? റെഡിയാണോ? Yes, miss. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് ഇനി പറയാനുള്ളത് ഈ ഒരു പോയിന്റ് അല്ലേ? ഈ പോയിന്റ് അല്ലേ? ഡു നോട്ട് ച്യൂ ഗം, ഡ്രിങ്ക്, സ്മോക്ക് ഓർ ഈറ്റ് വൈൽ വർക്കിംഗ് ഇൻ ദ ലാബ്. ആ പോയിന്റ് തുടങ്ങിയല്ലേ പറയണ്ടേ? അതായത് നമ്മൾ ലാബില് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ ചില ഡ്രിങ്ക്സ് ഒക്കെ, വെള്ളം കുടിക്കുന്നതല്ല, അതല്ലാതെയുള്ള ചില ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഇങ്ങനെ കുടിക്കുക, പിന്നെ സ്മോക്ക് പോലെയുള്ള കാര്യങ്ങൾ സ്മോക്കിംഗ് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെ വളരെ കെയർലെസ് ആയിട്ടൊന്നും അതിനകത്തൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഓൾവേസ് നമുക്കറിയാം ഇവിടെ ഒത്തിരി ഡിസീസസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ബോഡി ഫ്ലൂയിഡ്സും അതുപോലെ തന്നെ ബ്ലഡും വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എപ്പോഴും നമ്മളുടെ കൈകളിലൊക്കെ ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഗ്ലൗസസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കെയർലെസ് ആയിട്ട് ഈ എപ്പോഴും ചിലപ്പോ എന്താ പറയാ അത് കൈ കഴുകിയും ഫ്രഷ് ആക്കിയിട്ടൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ കെയർലെസ് ആക്കി കഴിഞ്ഞാൽ അതുപോലെ അത്തരം രോഗാണുക്കളൊക്കെ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലേക്കൊക്കെ പല മാർഗത്തിലൂടെ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു ടൈമിങ്ങിലൊക്കെ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും മാറിയൊക്കെ ഇരുന്നിട്ടൊക്കെ ചെയ്യാം. അല്ലാതെ ഇൻ ബിറ്റ്വീൻ അതിനകത്ത്
ഇതൊന്നും ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലബോറട്ടറി glassware should never be used as food or beverage containers. അവിടെ ഉള്ള ലാബിലെ ചില ഗ്ലാസ് വെയർസ് എന്ന് പറഞ്ഞാൽ ചില്ലിന്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളുടെ ഫുഡ് ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ കണ്ടെയ്നേഴ്സ് ആയിട്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അവിടുത്തെ പാത്രങ്ങളൊക്കെ ഉണ്ട്, ഗ്ലാസ് വെയർസ് ചില്ലിന്റെ പാത്രങ്ങളൊക്കെ ഫുഡിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അതൊക്കെ തീർച്ചയായിട്ടും പല രീതിയിലുള്ള എന്താ പറയാ രോഗങ്ങളൊക്കെ കണ്ടാമിനേറ്റ് ചെയ്യാൻ മറ്റുള്ളവരിലേക്കൊക്കെ പകരാനും മറ്റൊക്കെ സാധ്യതകൾ കൂടുതലുള്ള രീതികളാണ്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ കുറെയൊക്കെ നമ്മൾ എന്താ പറയാ നമ്മൾ കെയർഫുൾ ആയി കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങളൊക്കെ കെയർഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്ക് പല രോഗങ്ങളും ഇല്ലാതാകാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് do not chew gum, drink, smoke or eat while working in the lab. ലാബിൽ ജോലി ചെയ്യുന്ന സമയത്ത് കഴിക്കുകയോ കുടിക്കുകയോ സ്മോക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അവിടുത്തെ ലാബിലെ ഗ്ലാസ് വെയർസ് ഒന്നും തന്നെ ഫുഡോ അല്ലെങ്കിൽ മറ്റ് വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു വെക്കാൻ, മറ്റു വെള്ളം ബിവറേജസ് കണ്ടെയ്നേഴ്സ് ആയിട്ടൊന്നും ഉപയോഗിക്കരുത്. മീൻസ് ഇപ്പൊ നമ്മള് മറ്റ് ലിക്വിഡ് ഫോമിലുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ നമ്മളുടെ ദാഹത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന, അപ്പൊ അങ്ങനത്തെ കണ്ടെയ്നേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടുത്തെ പാത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then always put on suitable clothing, chemically resistant lab coats or aprons as suggested. അതായത് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ചില കെമിക്കൽസ് ഒക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും പ്രവർത്തിക്കേണ്ടത്, ഹാൻഡിൽ ചെയ്യേണ്ടതാ. കെമിക്കൽസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോ എന്താ പറയാ ടെസ്റ്റ് ട്യൂബുകളിലേക്കൊക്കെ ഇങ്ങനെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റേണ്ടതൊക്കെയാണ്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ കെമിക്കൽ ഈ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ലാബ് കോട്ടുകൾ തന്നെ, ലാബിൽ ഉപയോഗിക്കുന്ന കോട്ട് പക്ഷെ അത് കെമിക്കൽ റെസിസ്റ്റന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ, കെമിക്കൽസിനെയൊക്കെ എന്താ പറയാ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാത്ത രീതിയിലുള്ള ക്ലോത്തിങ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അത്തരം രീതിയിലുള്ള ഏപ്രൺസ് ഒക്കെ, ഏപ്രൺസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മുടെ മേത്തൊക്കെ അഴുക്കൊക്കെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പക്ഷെ അങ്ങനത്തെ അല്ല, ഇവിടെ കെമിക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഏപ്രൺസ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ലാബിൽ ജോലി ചെയ്യുന്ന സമയത്ത്. അതാണ് സജസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? Then handle needles, syringes and other shops with utmost care. ഇനിയും ലാബിലുള്ള മറ്റു സാധനങ്ങളാണ്, സിറിഞ്ചസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താ പറയാ നീഡിൽസ്, അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. നമ്മൾ വളരെ എന്താ പറയാ തമാശയോടെ അല്ലെങ്കിൽ വളരെ ലാഘവത്തോടെയൊക്കെ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതും ഷാർപ്പ് ഐറ്റംസ് ആണ് അല്ലെ, ഭയങ്കര മൂർച്ചയുള്ളതായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വളരെ അറ്റ്മോസ്റ്റ് കെയർ എന്താ പറയാ കെയർഫുൾ, വളരെ കെയർഫുൾ ആയിട്ട്, വെരി വെരി കെയർഫുൾ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം ഇത്തരം സാധനങ്ങൾ. Then compressed gas cylinders should be secured to prevent them from being knocked over. ഇനി compressed gas cylinders ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ചില തരത്തിലുള്ള ഗ്യാസസ് ഒക്കെ ഉണ്ടായിരിക്കും. കാരണം ലാബില് പല പ്രവർത്തനങ്ങൾക്കൊക്കെ ആവശ്യമുള്ള ഗ്യാസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ തട്ടിമറിഞ്ഞൊക്കെ പോകാം, അത് ചെന്ന് തട്ടി വീഴുക, അത് മറിഞ്ഞു വീഴുക കഴിഞ്ഞാൽ അതിൽ നിന്ന് ലീക്കേജ് ഒക്കെ വരാൻ സാധ്യത. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഏതെങ്കിലും സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കുക. സോ ദാറ്റ് ഇറ്റ് ക്യാൻ പ്രിവെന്റ് ദം ഫ്രം ബീയിങ് നോക്ക്ഡ് ഔട്ട്. അതായത് നമ്മൾ തട്ടി വീഴാതെ തട്ടി മറിഞ്ഞു പോകാതെയൊക്കെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടേഴ്സ് സുരക്ഷിതമാകുന്ന സ്ഥലത്തേക്ക് വെക്കുക. Okay, in the care of a chemical splashing into your eyes or on your skin, immediately flush the affected areas with running water for at least 20 minutes or eye wash facility. അതായത് നമ്മളുടെ അവിടെ കെമിക്കൽസ് ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതൊക്കെ പെട്ടെന്ന് എങ്ങാനും സ്പ്ലാഷ് ചെയ്ത് തെറിച്ച് നമ്മുടെ കണ്ണിലോ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ ഒക്കെ വീഴാൻ സാധ്യത വന്നാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം, വേഗം നമ്മൾ പോയിട്ട് നന്നായിട്ട് വെള്ളം ഫ്ലഷ് ചെയ്യുക. അത് ഏകദേശം ഒരു റണ്ണിങ് വാട്ടർ 20 മിനിറ്റ്സോളം വെള്ളം തുറന്നിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് അതിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെക്കുക. റണ്ണിങ് വാട്ടർ പറഞ്ഞാൽ അപ്പൊ തന്നെ ഒഴിച്ചിട്ട് കഴുകുന്നത് അതിങ്ങനെ ഫ്ലോ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. പൈപ്പിൽ വെള്ളം നമ്മുടെ ആ ഭാഗത്ത് എവിടെയാണോ ആ കെമിക്കൽ സ്പ്ലാഷ് ഉണ്ടായിരുന്നത്, അത് കണ്ണിലായിക്കോട്ടെ ദേഹത്ത് എവിടെയെങ്കിലും ആയിക്കോട്ടെ, അവിടേക്ക് 50 മിനിറ്റോളം തുറന്നിട്ട പൈപ്പില് ചെയ്യണം, നമ്മള് അതിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് ലാബിൽ ജോലി ചെയ്യുന്ന പേഴ്സണൽസ്. സോ ദീസ് ആർ ദ പ്രിക്കോഷൻസ് ഓർ ഇൻസ്ട്രക്ഷൻസ് ഫോർ സേഫ്റ്റി മെഷേഴ്സ് ഇൻ എ ലാബ്. ക്ലിയർ ആയോ? അതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? അതില് അണ്ടർലൈൻ ചെയ്യേണ്ട 2 പോയിന്റ് പറയാം. ലാസ്റ്റത്തെ 2 ലൈൻസ് ഒന്ന്, സെന്റൻസുകൾ മീൻസ് ലാസ്റ്റത്തെ 2 പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ലാസ്റ്റത്തെ 2 പോയിന്റ്സ് എന്റെ ഇടയിൽ ഒന്ന് ചോദിച്ചോട്ടെ, അതിരാ മിസ്സിന്റെ തീർന്നില്ലേ?
അതിനാ മിസ് എടുക്കാനുണ്ടായിരുന്ന പോർഷൻസ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. അതിനാ മിസ്സിന് കുറച്ചുണ്ട് എടുക്കാനായിട്ട്. അത് ടീച്ചർ ഇന്നലെ തന്നെ എടുക്കുകയാണെങ്കിൽ മിസ്സിന്റെ ക്ലാസ് ഇന്ന് അവർ കഴിഞ്ഞിട്ട് എന്റെ എല്ലാ ശരിക്കും മിൽറോസ് ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നു. അപ്പൊ മിൽറോസ് ടീച്ചറിന്റെ തീർന്ന പോർഷൻ ആയിരുന്നു. പിന്നെ അപ്പൊ ഞാൻ എനിക്കാണ് കുറച്ച് ഭാഗം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ തീർത്തോളാം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞ് കൂടുതൽ പഠിക്കാനൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ തീർന്നതാണ്. അപ്പൊ ഇന്ന് ടീച്ചറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കില്ല. ടൈം ടേബിൾ കിട്ടിയോ നിങ്ങൾക്ക്? ടൈം ടേബിൾ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ തരുന്നതായിരിക്കും കേട്ടോ. ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് തരും. അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഇതിലേക്ക് വരും. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടും എന്നാണ് എക്സാം എന്നും എക്സാമിന്റെ പോർഷൻസ് നിങ്ങൾക്ക് അറിയാം. 1 and 2 മൊഡ്യൂൾസ് ആണ്. അത് എന്നാണെന്ന് കൃത്യമായിട്ട് പറയും. അപ്പൊ അതിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ടീച്ചറുടെ ക്ലാസ് ഉണ്ടാവില്ല. ടീച്ചറുടെ അവർക്ക് മുമ്പും ടീച്ചറുടെ ക്ലാസ് ആണ് ഞാനിപ്പോ എടുത്തത്. ആതിര മിസ്സിന്റെ ക്ലാസ് ഉണ്ടാവില്ല. അത് ഞാൻ ഇടയിൽ പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങൾക്ക് വായിച്ചു നോക്കി പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ടീച്ചറ് ക്ലാസ് തീർത്തു എന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് തന്നിട്ടുണ്ട്. യെസ്. സോ ഇനി അടുത്തത് എന്താ നോക്കി നമുക്ക്. സയൻസ് ആൻഡ് സിംബൽസ് യൂസ്ഡ് ഇൻ ലബോറട്ടറി. ഇത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്. ഈ സിംബൽസ് ഒക്കെ തരും നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ തന്നിട്ട് ഇതെന്താണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്, എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിംബൽ ആണ്. സാധാരണഗതിയിൽ ഒരു ലാബിൽ ഉണ്ടാകുന്ന ചില സിംബൽസ് ലാബിനകത്തും ഒക്കെ കാണാൻ സാധിക്കുന്ന കുറച്ച് സിംബൽസ് ആണ്. ലാബിനകത്തോട്ട് അങ്ങോട്ട് പ്രവേശിച്ച് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്താ പറയാ സൂപ്പർവിഷൻ നമ്മൾ നടത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിലും ചില എന്താ പറയാ അവിടെ ഇവിടേക്ക് ആയിട്ട് എല്ലാം കൂടി ഒരു സ്ഥലത്തോട്ട് സിമ്പിൾ ഒട്ടിച്ച് വെച്ചേക്കാലോ. ഇത് വേണ്ട സ്ഥലങ്ങളിൽ ആ പ്രിക്കോഷൻസ് നമ്മൾ മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ട് അതാത് സ്ഥലങ്ങളിൽ യഥാസ്ഥാനത്ത് ഇത്തരം സിമ്പിൾസ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പൊ കമ്പൽസറി ആയിട്ട് ടു reduce accidents or some other mishappenings in the laboratory, compulsory they have to put some signs or symbols in the laboratory. Laboratory ഉണ്ടാകാവുന്ന ചില വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആക്സിഡന്റുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം സിംബൽസ് ഒക്കെ വേണ്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയി സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? ഒന്നൊരു ഡേഞ്ചർ അപകടകാരി എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലം, അപ്പൊ അവിടെ കൊണ്ടുപോയി ഒരു ഡേഞ്ചറിന്റെ ആ സാധനങ്ങൾ ഒട്ടിച്ചിരിക്കാം. ഓക്കെ, അതിനപ്പുറത്ത് ഹാംഫുൾ എന്നുള്ളതിന്റെ സിമ്പിളാണോ കാണിച്ചിരിക്കുന്നത്? അവരെ റെക്ടാങ്കിൾ ഇതിനകത്ത് ഒരു എന്താ പറയാ ഒരു ഇഞ്ചു മാർക്ക് ചെയ്തിരിക്കാം. ഹാംഫുൾ ഉപദ്രവകാരിയായത്. ഓക്കെ, കൊറോസീവ് ആണ്. കൊറോസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നശീകരണ സ്വഭാവമുള്ളതാണ്. എന്ന് വെച്ചാൽ ചില കെമിക്കൽസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിലേക്ക് വീണ് പെട്ടെന്ന് അതുമായിട്ട് പ്രവർത്തിച്ച് അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന രീതിയിലുള്ളത്. മനസ്സിലായോ? അതായത് ഇങ്ങനെ എന്താ പറയാ ദ്രവിപ്പിച്ചിട്ട് ഇങ്ങനെ കളയില്ലേ പെട്ടെന്ന്. ഇപ്പൊ എന്താ മെർക്കുറി പോലത്തൊക്കെ പൊള്ളുന്നതെന്നല്ല പറയാ, പൊള്ളുന്നതിനേക്കാള് എന്താ പറയാ ഇങ്ങനെ ദ്രവിച്ചു പോകാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള കെമിക്കൽസ് ഒക്കെ ഉണ്ട്. അതാണ് കൊറോസീവ്. അപ്പൊ അങ്ങനത്തെ കെമിക്കൽസ് ഒക്കെ വെക്കുന്ന സ്ഥലത്ത് ഈ ഒരു സാധനം വെച്ചേക്കാം. കാരണം അതിന്റെ ഒരു പൊടിയോ ഒരു തരിയോ നമ്മുടെ ശരീരത്തിൽ വീണാൽ, ശരീരത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിൽ വീണാൽ അത്രയും സ്ഥലത്ത് നമ്മൾ കരിഞ്ഞു പോകും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളുടെ ഈ മർക്കുറിയൊക്കെ ഗോൾഡിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ അത്രയും ഭാഗം അങ്ങോട്ട് വെളുത്തു പോകും. വൈറ്റ് ഗോൾഡായി മാറിയതല്ല, അത്രയും ഭാഗം അങ്ങോട്ട് വെളുത്ത് മീൻസ് അതിനെ നശിപ്പിച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെ കണ്ടന്റിനെ മൊത്തം നശിപ്പിച്ച് കളഞ്ഞിട്ട് ആ ഭാഗം മാത്രം വൈറ്റ് ആയിട്ടിരിക്കും. അപ്പൊ നമ്മളുടെ അത്രയും സ്വർണം കൊണ്ട് നശിച്ചു പോയി എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളിപ്പോ കൊണ്ടുപോയി കൊടുത്ത് നമ്മള് ഏതെങ്കിലും ഗോൾഡ് ജ്വല്ലറിയിലോ അല്ലെങ്കിൽ ഒരു ഗോൾഡ് സ്മിത്തിന്റെ അടുത്ത് കൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റും അവര് ഇത് എത്രത്തോളം ഇതിന്ന് ഈ ഒരു ഗോൾഡ് കണ്ടന്റ് പോയി എന്നുള്ളത്. ഓക്കെ, അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ അപ്പൊ അങ്ങനത്തെ നശീകരണ സ്വഭാവമുള്ള കെമിക്കൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അവിടെ കൊറോസീവ്. പിന്നെ ഇലക്ട്രിക്കൽ ഹസാർഡ്, ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള അപകടം സൂചിപ്പിക്കുന്ന ഒരു സിമ്പിൾ ആണ്. അപ്പൊ അത് ഇന്ന സ്ഥലം അത് ഇലക്ട്രിക്കൽ ഹസാർഡ് ഏരിയ ആണ്. അതിനെ സിംബലൈസ് ചെയ്തിട്ട് ഒരു യെല്ലോ എന്താ പറയാ ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു യെല്ലോ ഇതിനകത്ത് എന്ത് ചെയ്തിരിക്കുകയാണ്, എന്താ പറയാ ഒരു സൈൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അപ്പൊ ഇത് ഓരോ സൈനും അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇന്ന സൈൻ അത് എന്തിനുള്ളതാണ് എന്നുള്ളത് വേണ്ടി ചോദിക്കാം. അപ്പൊ സിമ്പിൾ മാത്രം തന്നെ ഇലക്ട്രിക്കൽ ഹസാർഡ് എന്ന് ചിലപ്പോൾ അവിടെ എഴുതിണ്ടാവില്ല. സോ യു ഹാവ് ടു ചൂസ് ദ ആൻസർ. അപ്പൊ
അത് ഇന്നതിനാണ്, ഇലക്ട്രിക്കൽ ഹസാർഡാണ്, അല്ലെങ്കിൽ ഇത് കൊറോസീവ് ആണ്, അല്ലെങ്കിൽ ഇത് ഡേഞ്ചറിന്റെ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഡേഞ്ചറിന്റെ ബ്ലാക്ക് റെക്ടാങ്കിളിന്റെ അകത്ത് ഒരു റെഡ് ഇതാണ് ഇരിക്കുന്നത് ഡേഞ്ചർ. പിന്നെ ഇൻഫ്ലേമബിൾ കത്തുന്ന സ്വഭാവമുള്ളത്, തീപിടുത്തത്തിന് സാധ്യമാകുന്ന രീതിയിലാണ്. അതുപോലെ ട്രയാങ്കിളിനകത്ത് ഒരു തീയുടെ ഒരു സിമ്പിളാണ്, ഇൻഫ്ലേമബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് പോയിസൺ, അതായത് വിഷാംശമുള്ളത്, വിഷകാരിയായിട്ടുള്ളത്, അതിന്റെ സൂചിപ്പിക്കുന്ന ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ട്രയാങ്കിളിനകത്ത് ഒരു ഒരു കലയുടെ സ്കെലറ്റൻ ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ, വിസ്ഫോടനത്തിന് പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളാണെങ്കിൽ അതിന്റെ അടുത്ത് വെക്കേണ്ട ഒരു സിമ്പിളാണ് കേട്ടോ. ഒരു പൊട്ടിത്തെറിയുടെ ഒരു റെഡ് ഒരു സാധനം കാണിച്ചിട്ടുണ്ട്. പിന്നെ ബയോ ഹസാർഡ്, അതായത് ഹോസ്പിറ്റൽസിനകത്തുള്ള ലാബിനകത്തുള്ള വേസ്റ്റുകളെല്ലാം കൂടി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇതാണ്, അപ്പൊ ബയോ ഹസാർഡ് ആണ്. പിന്നെ റേഡിയേഷൻ ഹസാർഡ്, അതും ട്രയാങ്കിളിനകത്ത് ഒരു ട്രീസ് പോലെ വെച്ചിട്ടുണ്ട്. റേഡിയേഷൻ ഹസാർഡിനെ സൂചിപ്പിക്കുന്ന സിമ്പിളാണ്. വീണ്ടും നമുക്ക് ലാബിലും ജോലി ചെയ്യുന്നവർ ഉപയോഗിക്കേണ്ട ചില കാര്യമാണ്. ചില സ്ഥലങ്ങളിലേക്ക് ചില സാധനങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനകത്ത് അത് വേഗം ചെന്ന് നമ്മുടെ ഹാൻഡ് വെച്ച് എടുക്കാൻ പാടില്ല. അത് നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ച് തന്നെ വെയർ ചെയ്തിട്ട് മാത്രമാണ് നമ്മളത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ സിമ്പിളാണത്. പിന്നെ ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി വോൺ. ചില സമയത്ത് ചില കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ മൗത്ത് മാത്രം ഈ എന്താ പറയാ കവർ ചെയ്യുന്ന രീതിയിലുള്ള മാസ്ക് ഉപയോഗിച്ചാൽ പോരാ, ഫുൾ ഫേസ് ആണ് കേട്ടോ. കണ്ണ് മാത്രം കവറിട്ട് ബാക്കി ഫുള്ള് എന്താ പറയാ കവർ ചെയ്യുന്ന രീതിയിലുള്ള മാസ്കുകൾ. അതായത് കൊറോണ സമയത്തൊക്കെ ഡോക്ടേഴ്സിന്റെ തലയിലൊക്കെ വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് അല്ലെ, ഹെൽമെറ്റ് പോലെ. അപ്പൊ ഫ്രണ്ടിൽ മുഴുവനും ഒരു ഗ്ലാസ് ആയിട്ടുള്ള ഒരു മാസ്ക് ഒക്കെ അതുപോലത്തെ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. അങ്ങനത്തെ മാസ്കുകൾ ഫുൾ ഫേസ് കവർ ചെയ്തിട്ടുള്ളത് ഉപയോഗിക്കേണ്ട സമയത്താണെങ്കിൽ അത് തന്നെ ഉപയോഗിച്ച് അത്തരം ജോലികളിൽ ഏർപ്പെടുക. നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്. ഫുഡോ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളം ഒന്നും കുടിക്കാനായിട്ട് പാടില്ല. അതിനകത്ത് അതിന്റെ ഒരു സിമ്പിളും കൊടുത്തിട്ടുണ്ട്. പിന്നത്തേത് ഇതായിരിക്കും, പിന്നത്തേത് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ല അവരെ നോ സ്മോക്കിംഗ് ഏരിയ ആണ് ലബോറട്ടറി. അപ്പൊ സ്മോക്കിംഗ് പാടില്ല എന്നുള്ളത് കാണിക്കുന്ന ഒരു സ്മോക്ക് ചെയ്യുന്ന സാധനത്തിന്റെ ക്രോസ് ആയിട്ട് ഒരു ഇത് പോയിട്ടുണ്ട്. അപ്പൊ ഈ സിമ്പിൾസ് എല്ലാം തന്നെ ലാബില് വേണ്ട സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്താൽ അതും കുറച്ചൊക്കെ എന്താണ് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മുന്നറിയിപ്പ് പോലെ, ഒരു വാർണിംഗ് പോലെ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് അതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? എല്ലാ സിമ്പിൾസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഓരോ സിമ്പിളും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അത് ഇമ്പോർട്ടന്റ് ആണ്. അത് മാർക്ക് ചെയ്ത് വെച്ചേക്ക്, MB എന്നിട്ട് വെച്ചേക്കാം. സിമ്പിളുമാണ് പഠിക്കാനായിട്ട്. ഓരോന്നും നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ പോരെ. ഇന്ന സിമ്പിള് പഠിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലാബിൽ ഉപയോഗിക്കുന്ന സിമ്പിൾസ് കുറെ ഒന്നും നമ്മുടെ ഈ വലിയ കുറെ പോയിന്റ് ഒന്നും വലിച്ചു വരെയൊന്നും പഠിക്കില്ല. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം ആഫ്റ്റർവേർഡ്സ് നിങ്ങളും ഹോസ്പിറ്റൽസിൽ അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ആ ഹോസ്പിറ്റൽസിന്റെ ലാബിനെ കുറിച്ചുള്ള കാര്യങ്ങളും അല്ലെ ഒക്കെ ഉണ്ട്. ഗൈഡിൽ എന്തുണ്ടോ എന്നാ ചോദിച്ചേ? ഗൈഡിൽ എന്താണ് സുരേഷ്? ഈ സിമ്പിൾസ് ഉണ്ടോന്നാ? സിമ്പിൾസ് മനസ്സിലായില്ല. അത് ചിലപ്പോ ഒന്നോ രണ്ടോ സിമ്പിൾസ് കാണിച്ചിട്ട് അതിന്റെ ഒരു എന്താ പറയാ ഒരു എക്സാമ്പിൾ പോലെ ചിലപ്പോ ഗൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, എല്ലാ സിമ്പിൾസും നിങ്ങൾ പഠിച്ചോ? നമ്മുടെ തന്നിരിക്കുന്നത് മാത്രമല്ല ഏതെങ്കിലുമൊക്കെ സിമ്പിൾസ് ചോദിക്കും. അപ്പൊ എല്ലാ പടവും വെച്ചിട്ട് സിമ്പിൾസ് നമ്മൾ പഠിക്കാനായിട്ട് ചിലപ്പോ ഗൈഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഗൈഡ് ഫോളോ ചെയ്ത് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത് എല്ലാം ഒന്ന് നോക്കി വെക്കണം. ഏതാണ് അവിടെ തന്നിരിക്കുന്നത് തന്നെ മാത്രം പഠിക്കരുത്. കാരണം ഇതൊന്ന് പഠിച്ചു വെച്ചേക്കരുത്. സിമ്പിൾസ് എല്ലാം പെട്ടെന്ന് ഈ പടങ്ങളും വീഡിയോസ്, ചിത്രങ്ങളും വീഡിയോസ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തിരിക്കുക. സെന്റൻസ് ഇങ്ങനെ കുറെ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുന്നത് ചിത്രങ്ങള് അതുപോലെ വീഡിയോസ് അല്ലെ. പണ്ട് കാലത്തെ കണ്ട ഒരു സിനിമയുടെ കഥ ഇപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഓർമ്മയിലുണ്ടാവും. കാരണം എന്താ? വിഷ്വൽ ട്രീറ്റുകളെല്ലാം പെട്ടെന്ന് മറക്കില്ല. അതേസമയം ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ചിലപ്പോൾ പിന്നെയും ഓർത്തിരിക്കും. ഇപ്പോഴത്തെ ജനറേഷൻ ഓർത്തിരിക്കാനായിട്ട് സാധ്യതയില്ല. കാരണം ഒന്ന് പുസ്തകം നോക്കി വായിച്ച് കണ്ടെത്തി പഠിക്കുന്ന ഒരു രീതിയായിരുന്നു അല്ലെ. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. വായിച്ചു പഠിക്കണമെന്ന് പറയുമ്പോ പഠിക്കണീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ദിവസമൊക്കെ വായിച്ചു ഇത്ര കഴിഞ്ഞു. ഒരു പ്രാവശ്യം വായിച്ചിട്ട് കഴിഞ്ഞു കടച്ചിരിക്കും. ഒരു പ്രാവശ്യം വായിച്ചാൽ എന്ത് കയറാത്ത തലയിലല്ലേ. അങ്ങനത്തെ ഒരു പുസ്തകങ്ങളുമാണ് ഇപ്പൊ നമ്മളുടെ രീതിയിൽ വന്നപ്പോ.
ഓക്കെ, സോ അതായിരുന്നു നമ്മളുടെ സിമ്പിൾസ്. ഇനി അടുത്ത ലാസ്റ്റ് ഭാഗത്തേക്കാണ് വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ലാബ് മാനേജർ. ഒരു ലാബ് മാനേജറിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ലാബിനെ മാനേജ് ചെയ്യുന്ന ആളാണ് ലാബ് മാനേജർ. അപ്പൊ ഒരു ലബോറട്ടറി മാനേജർ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് നടപ്പിലാക്കേണ്ടത്, അല്ലെങ്കിൽ തനിക്ക് ഫോളോ ചെയ്യേണ്ടതായ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റീസ് ആ ലാബിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തന്റെ ഉത്തരവാദിത്തം താൻ ആദ്യം തന്നെ നിർവഹിച്ചാൽ ആ ലാബ് വളരെ സ്മൂത്ത് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെ? വളരെ ഭംഗിയായിട്ട് അതിനെ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ലാബ് മാനേജറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി ഓരോരോ പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. അത് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഒന്നാമത്തെ ഔട്ട്ലൈൻ, എക്സിക്യൂട്ട് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം. അതായത് നമ്മുടെ ലാബിന്റെ ക്വാളിറ്റി മാനേജ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ എന്ന് വെച്ചാൽ ലാബിന്റെ ക്വാളിറ്റി ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ചില അപകടങ്ങൾ അശ്രദ്ധമായിട്ടൊക്കെ ഇവർ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും അപകടങ്ങൾ വരുന്നു. അപ്പൊ ഇതൊക്കെ മാനേജ്മെന്റിന്റെ ഒരു കുറവാണ്. അപ്പൊ എന്ത് ചെയ്യാം? അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാം. അപ്പൊ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും അതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യണം, അത് എക്സിക്യൂട്ട് ചെയ്യണം, അതിനകത്ത് സൂപ്പർവൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ലാബിലെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും A to Z ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് ഹൗ ടു സെറ്റ് എ പ്രോഗ്രാം ഫോർ ദാറ്റ്. അതിനെന്ത് പ്രോഗ്രാം നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റാം? നമ്മുടെ ലാബിന്റെ ക്വാളിറ്റി കുറച്ച് കുറവാണ്, ലാബിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേഷൻ എടുക്കുക, അത് എക്സിക്യൂട്ട് ചെയ്യുക, അത് സൂപ്പർവൈസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ലാബ് മാനേജർ. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ഇതിപ്പോ നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോ ഓരോ സ്ഥലത്തായിരിക്കുമ്പോ അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ? നമ്മുടെ വീട്ടിനെ മാനേജ് ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ ലേഡീസ് ആണ്, അല്ലെ? സ്ത്രീകളാണ് ഒരു വീടിനെ മാനേജ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരു മെജോറിറ്റി പങ്കുവഹിക്കുന്നത് സ്ത്രീകളാണ്. അപ്പൊ ഒന്ന് ആലോചിക്കുക, അപ്പൊ നമ്മൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ സ്മൂത്ത് ആയിട്ട്, വളരെ ഭംഗിയായിട്ട്, അല്ലെ, ഹാപ്പി ആയിട്ട്, ലവിംഗ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ചില സ്ഥലങ്ങളിൽ നമ്മുടെ മാനേജിങ് കാര്യങ്ങളൊക്കെ പോരായ്മകൾ വരുമ്പോൾ അവിടെ ഇടർച്ചകൾ ഉണ്ടാകും, പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യില്ല. അപ്പോഴാണ് എപ്പോഴെപ്പോഴും ഇങ്ങനെ വഴക്കും ഇതൊക്കെയായിട്ട് ഇരിക്കുക. അപ്പൊ അതാണ് ഒന്നാമത്തേത് പോയിന്റ്. മനസ്സിലായി? അതുപോലെ തന്നെയാണ് ഏത് ഇടവുമാണെങ്കിലും മാനേജിങ് കറക്റ്റ് ആണെങ്കിൽ എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കും. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൂപ്പർവൈസ് ചെയ്യുകയും വേണം. കറക്റ്റ് ആണോ, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ, എക്സിക്യൂട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പ്രോപ്പറായി നടക്കുന്നുണ്ടോ, അങ്ങനെ തന്നെ അവിടുത്തെ പേഴ്സണൽസ് ജോലിക്കാരെല്ലാം കൃത്യമായി അതൊക്കെ ഫോളോ ചെയ്ത് തന്നെയാണോ ജോലി ചെയ്യുന്നത്? ഓൾ ദീസ് തിങ്സ് അത് മാനേജ് ചെയ്ത പോലെ ഇടയ്ക്കിടയ്ക്ക് സൂപ്പർവൈസ് ചെയ്യണം. സൂപ്പർവൈഷൻ എന്ന് പറയുന്നത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉടക്കും, അല്ലെ? അപ്പൊ അത് പാടില്ല. കോൺടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെനെവർ നീഡഡ്. ആവശ്യമുള്ളപ്പോഴൊക്കെ ഹോസ്പിറ്റൽസിലെ ഇപ്പൊ ലാബിലെ ആളുകൾക്ക് മിക്കവാറും ഹോസ്പിറ്റൽസിലെ മറ്റ് സ്റ്റാഫുകൾ പ്രത്യേകിച്ച് നഴ്സസുമായിട്ടും ഒക്കെ ഇവർക്ക് എപ്പോഴും ബന്ധപ്പെടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് അത് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഏതെങ്കിലും പേഷ്യൻസിന്റെ എന്തെങ്കിലും സ്പെസിഫിക് കൊണ്ടുവന്നു ലാബിലേക്ക്, ഇന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് ഏതെങ്കിലും നഴ്സ് കൊണ്ടുവന്ന് കൊടുത്തു, അല്ലെങ്കിൽ നഴ്സ് വഴിയായിട്ട് ആളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അപ്പൊ ഇവരോട് എന്തെങ്കിലും ഈ നഴ്സസിനോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവരുമായിട്ട് നല്ല കോൺടാക്ട് ഉണ്ടായിരിക്കണം. ലാബ് പേഴ്സണൽസിന്, ലാബിലെ ജോലിക്കാര് നഴ്സസുമായിട്ട് മറ്റ് ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുമായിട്ട് നല്ലൊരു കോൺടാക്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കണക്റ്റഡ് വിത്ത് ദ സ്പെസിഫിക് ഏരിയ. ഓരോ ഏരിയാസ് നമ്മൾ നേരത്തെ ഓരോ പ്രത്യേക വിഭാഗം സിംബൽസും സൈൻസും ഉപയോഗിച്ച് വളരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട, സെക്യൂർ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കെമിക്കൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങള്, ഇൻഫ്ലേമബിൾ ആകുന്ന വസ്തുക്കളായിക്കോട്ടെ, ഗ്യാസസ് ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഹസാർഡ്സ് ഉള്ള ഏരിയ ആയിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് അതിൽ നിന്നൊക്കെ അവിടുത്തെ പേഴ്സണൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, അവർക്ക് ഒരു സേഫ്റ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ അത്തരം പോളിസീസ് ഒക്കെ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യണം, അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, എപ്പോഴും കൊണ്ടുവരണം. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ലാബ് പേഴ്സണൽസ് അനുശാസിക്കേണ്ടത്, നിയമങ്ങളായിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുക, അതൊക്കെ ഫോളോ ചെയ്യുക. അവരും ഫോളോ ചെയ്യണം, ബാക്കിയുള്ളവരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോ പർട്ടിക്കുലർ ഏരിയയില് ലാബിൽ തന്നെ പല ഏരിയാസ് ഉണ്ടായിരിക്കും, അവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഓരോ നിയമങ്ങൾ എന്ന് വെച്ചാൽ അതൊക്കെ കൃത്യമായി പാലിക്കണം. അത് പോളിസീസ് അതിന് വേണ്ടിയിട്ട് കൊണ്ടുവരണം. നെക്സ്റ്റ്, അസസ്, ഒബ്സർവ്, ട്രാക്ക് ആൻഡ് ട്രെൻഡ് ടെക്നിക്കൽ ആൻഡ് എംപ്ലോയി പെർഫോമൻസ്. എംപ്ലോയീസിന്റെ പെർഫോമൻസ്, ആ ലാബിനകത്തുള്ള ഓരോ ജോലിക്കാരുടെയും പെർഫോമൻസുകൾ വിലയിരുത്തുക, അത് നിരീക്ഷിക്കുക, അതിനെ ട്രാക്ക് ചെയ്യുക, എപ്പോഴും അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല ടെക്നിക്കൽ ആയിട്ടുള്ള അവരുടെ ആ കഴിവുകളൊക്കെ നോക്കി കാണുക.
എന്നുവെച്ചാൽ ടെക്നിക്കൽ ആണല്ലോ, ടെക്നിക്കൽ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ റിസൾട്ടുകൾ എടുക്കുകയാണല്ലോ. അപ്പൊ ആ ടെക്നിക്കൽ ആയിട്ടുള്ള അവരുടെ പെർഫോമൻസ് ഒക്കെ നല്ലതാണ്, ഓക്കെയാണ്, അവര് ശരിയായ രീതിയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് ചെയ്യണം. ലാബ് മാനേജർ ശ്രദ്ധിക്കണം. ജോലി അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ ആ ഭാഗത്തോട്ട് ശ്രദ്ധിക്കാതിരുന്നാൽ കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് അവരെ നിരീക്ഷിക്കുക. അവരുടെ ടെക്നിക്കൽ സൈഡ് ഇസ് ഇറ്റ് ഓക്കെ ഓർ നോട്ട്, അല്ലെ അവർ ടെക്നിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓക്കെയാണോ, അത് എല്ലാം ഫുൾഫിൽ എന്താ പറയാ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നോക്കിയിട്ടാണോ അവരിതൊക്കെ ചെയ്യുന്നത്, അവരുടെ പെർഫോമൻസ് ഫുൾഫിൽ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് നോക്കിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് എപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി. Okay, then arrange on-site training for new and existing staff members. അവിടെയുള്ള ലാബിനകത്തുള്ള പുതിയ ലാബ് ടെക്നീഷ്യന്മാരോ ലാബ് ജോലിക്കാരോ ഒക്കെ വരുമ്പോൾ അവർക്ക് വേണ്ട ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കുക. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിലവിലുള്ള ജോലിക്കാർക്ക് ഇനിയും എന്തെങ്കിലും തരത്തിലുള്ള ട്രെയിനിങ് വേണമെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആവശ്യത്തിന് ട്രെയിനിങ് പുതിയതായിക്കോട്ടെ എക്സിസ്റ്റിംഗ് സ്റ്റാഫിനായിക്കോട്ടെ എല്ലാവർക്കും അത് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? 5 പോയിന്റ് ഞാൻ പറഞ്ഞു. 5 പോയിന്റ് മനസ്സിലായോ? നോക്കിയേ, 1 2 3 4 5 5 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാമോ? 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. അണ്ടർലൈൻ ചെയ്യാൻ പറയാട്ടോ. ഏതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ലാസ്റ്റ് പറയാം. വായിച്ചോ? ഓക്കെ അല്ലേ? 5 പോയിന്റ് മനസ്സിലായല്ലോ? ക്ലിയർ ആയിട്ട്? ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് റിസൈഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻസ്. ഇനി എന്തെങ്കിലും എന്താ പറയാ ലാബിന്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ചില അഡീഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. ഇപ്പൊ എല്ലാ ദിവസവും ലാബ് ടെക്നീഷ്യൻസ് വന്നിട്ട് ഇന്ന ജോലികളാണ് പർട്ടിക്കുലർലി അവരവരുടെ ജോലിയാണ് അവർ ചെയ്യുക. പക്ഷെ ദർ ഈസ് എനി അഡീഷണൽ ഡ്യൂട്ടീസ് ഇതല്ല, ഇതിന് പുറമെ ഇന്നൊരു ഡ്യൂട്ടി കൂടി ഇന്ന് നീ ചെയ്യണം, ഇതുകൂടി നീ ഒന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് കൃത്യമായിട്ട് അത് പറയണം. ലാബ് മാനേജർ അത് കൃത്യമായിട്ട് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. യു ഹാവ് ടു ഡു ദിസ് ഓൾസോ ടുഡേ. ഇന്ന് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങളുടെ സാധാരണ ചെയ്യുന്ന ഡ്യൂട്ടീസ് പുറമെ ദിസ് അഡീഷണൽ ഡ്യൂട്ടി ഹാവ് ടു ബി ഡൺ എന്നുള്ള കാര്യം നമ്മൾ അറിയിക്കണം. അങ്ങനെ ഓരോരുത്തർക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ അഡീഷണൽ ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ കൃത്യമായ ലാബിന്റെ പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ്. ലാബിന്റെ അകത്ത് തന്നെയുള്ള എക്സ്ട്രാ ഡ്യൂട്ടീസ് തന്നെയാണ്. സോ അത് ചിലപ്പോ ഇനി ഇൻ കേസ് ചിലപ്പോ ഒരു ജോലിക്കാരോ ഒഴിവാണ്, ലീവാണ്. സോ ആൾ ചെയ്യുന്ന ജോലി വേറൊരാൾ ചെയ്യേണ്ടി വരും. എന്നാല് ആ ലാബിന്റെ കൃത്യമായ പ്രവർത്തനം നടക്കുള്ളൂ. കാരണം എല്ലാ ദിവസവും പേഷ്യൻസ് ഇങ്ങനെ വരും. ലാബ് ടെസ്റ്റുകൾക്കൊക്കെ ഒരുപാട് സ്പെസിമെൻസ് കൊണ്ടുവരും. സോ ഇതെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ ഒരാളില്ല കേട്ടോ, അത് ലീവാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ. സോ ദാറ്റ് അഡീഷണൽ ഡ്യൂട്ടി, ആ ഒരു ഡ്യൂട്ടി വേറൊരാൾക്ക് ഡിസ്ചാർജ് ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, ചെയ്യിപ്പിക്കണം അല്ലെ. അല്ലെങ്കിൽ അയാളല്ലേ ചെയ്താണോ അതില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളോട് നോക്കിയിരിക്കാൻ പറ്റില്ല. The lab's responsibility ആണ് to provide the specimen result in time അല്ലെ to the ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ ആരാണ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർമാരോ ഫിസിഷ്യൻസോ ആരാണോ അവർക്ക് കൃത്യമായ സമയത്ത് റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്താലാണ് they can further continue their treatment അല്ലെ. അവരുടെ ട്രീറ്റ്മെന്റ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ലാഗ് വരാൻ പാടില്ല, ഡിലേ വരാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, extend customer service to include all internal and external customers. ചെയ്യാം എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ കസ്റ്റമേഴ്സിനെ. കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പേഷ്യൻസ് തന്നെയാണ്. ഈ പേഷ്യൻസും അതുപോലെ തന്നെ ഡോക്ടേഴ്സും. അതാണല്ലോ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ ഈ പറയുന്ന ലാബിലെ കസ്റ്റമർ ആയിട്ടുള്ള ഫിസിഷ്യൻസിനും അതുപോലെ തന്നെ രോഗികൾക്കും ഒക്കെ അവരുടെ സ്പെസിമെനിന്റെ റിസൾട്ടുകൾ കൃത്യമായിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അവരുടെ കസ്റ്റമർ സർവീസ് അവർ വൈഡ് ആക്കുക. ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി പുറത്തുനിന്നോ ഒക്കെ എന്തെങ്കിലും സ്പെസിമെൻസ് ഒക്കെ കൊണ്ടുവന്നാൽ പുറത്ത് ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു അടുത്തുള്ള ഹോസ്പിറ്റലിൽ ആ ഒരു എന്താ പറയാ ടെസ്റ്റ് ചെയ്യാനുള്ള അവൈലബിലിറ്റി അല്ലെങ്കിൽ ഫെസിലിറ്റി അവരുടെ ഹോസ്പിറ്റലിൽ ഇല്ലാന്ന് വിചാരിക്കും. സോ അതായത് ചിലപ്പോൾ അവിടുന്ന് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. അതാണ് എക്സ്റ്റേണൽ. പുറത്തൊന്നും വേണമെങ്കിൽ ടെസ്റ്റിങ്ങിന് വേണ്ടി സാധനങ്ങൾ വരാം. ചില കാര്യങ്ങൾ ചില ഹോസ്പിറ്റൽസിലുണ്ട്. ഇപ്പൊ തൈറോയിഡിന്റെ ഒക്കെ ടെസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടാകണമെന്നില്ല. അപ്പൊ
അപ്പൊ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടില്ല. അപ്പൊ സെൻഡ് ചെയ്ത് ലാബിൽ കൊണ്ട് സെൻഡ് ചെയ്ത് അതിന്റെ റിസൾട്ട് വരണം അല്ലെ. സോ യു ഹാവ് ടു വെയിറ്റ് ഫോർ 2 or 3 days. ചിലപ്പോൾ 2-3 ദിവസം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെയില്ലേ? കണ്ടോ? അത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാം, അങ്ങനെ ഉണ്ട്. കാരണം അത് ചിലപ്പോ ആ ഹോസ്പിറ്റലിൽ അതിന്റേതായ ഫെസിലിറ്റി ഇല്ലായിരിക്കാം. ഇപ്പൊ ഒട്ടുമിക്ക അതൊക്കെ കുറച്ചു നേരം മുമ്പൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ മിക്ക ഹോസ്പിറ്റലും ഓൾമോസ്റ്റ് അല്ലെ ഒരു 99% ഹോസ്പിറ്റൽസിലും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ചില ഹോസ്പിറ്റൽസിൽ അപ്പോഴും എന്തുണ്ടാവില്ല, ചില ലാബ് ടെസ്റ്റുകൾ നടത്താനുള്ള ഫെസിലിറ്റി ഉണ്ടാകില്ല. സോ ഇറ്റ് ഹാവ് ടു ബി സെൻഡ് ടു എനി അതർ ഹോസ്പിറ്റൽസ് നിയർ ബൈ ടു ഗെറ്റ് ദ റിസൾട്ട് അല്ലെ. അപ്പൊ അത് അടുത്ത ഹോസ്പിറ്റൽസിലേക്ക് എവിടെയെങ്കിലും കൊടുത്ത് അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അതാണ് പറയുന്നത് എക്സ്റ്റേണൽ കസ്റ്റമർ സർവീസിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അടുത്തത് എന്താണെന്ന് നോക്കിയേ. മേക്ക് ഷുവർ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ലബോറട്ടറി ഡാറ്റ ആൻഡ് അപ്രോപ്രിയേറ്റ് റിസൾട്ട് റിപ്പോർട്ടിംഗ്. ഇനി എന്താ പറയാ, ലബോറട്ടറിയിലെ ഓരോ ഡാറ്റയും എന്ത് ചെയ്യാം, നമ്മള് കൃത്യമായ റിസൾട്ടുകളാണ് കൊടുക്കുന്നത്. ആ ഡാറ്റ അവിടെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ റിസൾട്ടുകളും അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. റിപ്പോർട്ട് ചെയ്യുന്ന റിസൾട്ടുകളില്ലേ, നമ്മള് ടെസ്റ്റ് ചെയ്യുന്നു, ആ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് എവിടെയെങ്കിലും ഒക്കെ നോട്ട് ചെയ്ത് ഡോക്യുമെന്റ് ആയിട്ട് വെക്കും. അത് ആർക്കാണോ വേണ്ടത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ റിപ്പോർട്ട്സ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. റിസൾട്ടുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ കൃത്യമാണോ അല്ലയോ എന്നൊക്കെ ഇടയ്ക്ക് ആര് നോക്കണം, ലാബ് മാനേജർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്, മേക്ക് ഷുവർ ചെയ്യേണ്ടതാണ്, ഉറപ്പുവരുത്തേണ്ടതാണ്. എല്ലാ ടെസ്റ്റുകളും കൃത്യമായി നടത്തുന്നുണ്ടെന്നും അതിന്റെയൊക്കെ റിപ്പോർട്ട്സ് ഒക്കെ കൃത്യമായി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നും എൻഷുർ ചെയ്യേണ്ടത് ലാബ് മാനേജർ ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? നെക്സ്റ്റ് വൺ, release samples to laboratory staff and communicate due dates and turn around times. ഇനി എന്താ പറയാ, ലാബ് സ്റ്റാഫിന് എന്ത് ചെയ്യണം, സാമ്പിൾസ് ലബോറട്ടറി സ്റ്റാഫിന് കൊടുത്തിരിക്കുന്ന സാമ്പിൾസ് എല്ലാം തന്നെ അത് കൃത്യമായ ഡേറ്റിൽ, ഡ്യൂ ഡേറ്റിൽ തന്നെ അതിന്റെ റിസൾട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതായത് അവിടെ കിട്ടിയിരിക്കുന്ന ഒരുപാട് സാമ്പിൾസ് ഉണ്ടാവുമല്ലോ, ആ സാമ്പിൾസിന്റെ ഒക്കെ ലാബ് ടെസ്റ്റ് നടത്തി അതിന്റെ കൃത്യമായ ഡേറ്റില്, ഡ്യൂ ഡേറ്റില് അതിന്റെ റിപ്പോർട്ട്സ് കൊടുക്കുക, അതിന്റെ റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യും പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ. ഓക്കെ, അതും ഇവരുടെ അതൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് ആരും ഉറപ്പുവരുത്തണം, ലാബ് മാനേജർ ഉറപ്പുവരുത്തണം. അല്ല ഇന്ന് ഇത്ര സമയത്തിന് കൊടുക്കേണ്ട റിസൾട്ട് ആണ്, പക്ഷെ ആ സമയത്ത് കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു കംപ്ലൈന്റ് വരാൻ പാടില്ല. അങ്ങനെ കംപ്ലൈന്റ് വന്നാൽ ആദ്യത്തെ ഉത്തരവാദി ലാബ് മാനേജറാണ്. ആളത് മാനേജ് ചെയ്യണം. റിലീസ് സാമ്പിൾസ് ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൌണ്ട് ടൈംസ് കേട്ടോ. അപ്പൊ സാമ്പിൾസ് ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ ലാബ് മാനേജർ ലബോറട്ടറി സ്റ്റാഫിന് കിട്ടിയിരിക്കുന്നതെല്ലാം തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക, അതിന്റെ റിസൾട്ടുകളെല്ലാം കൃത്യമായ സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് വൺ, ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈന്റ്സ്. ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈന്റുകൾ നമ്മുടെ ലാബിനെതിരെ വന്നു കഴിഞ്ഞാൽ, ലാബിലെ എന്തെങ്കിലും റിസൾട്ടുമായി ബന്ധപ്പെട്ടോ മറ്റൊക്കെ ചിലപ്പോൾ റിസൾട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റായ റിസൾട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികൾ ഉയരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പരാതികളോ ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള കൊണ്ടുവരുന്ന ടെസ്റ്റ് കുറച്ച് കോംപ്ലക്സിറ്റി കൂടുതലുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള ടെസ്റ്റുകളൊക്കെ ആണെങ്കിൽ, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴും അതിനകത്തൊരു ഗൈഡൻസ് ലാബ് മാനേജർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. മറ്റൊരു ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പുള്ളിയുടെ ഒരു ഗൈഡൻസ്, ആരുടെ ലാബ് മാനേജറിന്റെ ഒരു ഗൈഡൻസിൽ അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് വരണം. കംപ്ലൈന്റുകൾ ആയിക്കോട്ടെ, കോംപ്ലക്സ് ഇഷ്യൂസ് ഇൻ ലബോറട്ടറി, അത് രണ്ടും ഹാൻഡിൽ ചെയ്യേണ്ടത് ലാബ് മാനേജർ ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? Next one, responsible for all employees who are working at the labs on demand facilities. എല്ലാ എംപ്ലോയീസിന്റെ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിനകത്തെ ലാബിനകത്തുള്ള ലാബ് ഓൺ ഡിമാൻഡ് ഫെസിലിറ്റീസ് പറഞ്ഞാൽ ലാബിലെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉള്ള എല്ലാവരും ഉണ്ടല്ലോ, അതായത് എല്ലാ എംപ്ലോയീസും ഉണ്ട്. അവരുടെ എല്ലാവരുടെയും ജോലിയും മറ്റുമൊക്കെ കൃത്യമായിട്ട് നോക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ ലാബ് മാനേജർക്ക് ഉണ്ട്. ഫോർ ഓൾ എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് അറ്റ് ലാബ്, എല്ലാ ലാബിലും, അതായത് ഹോസ്പിറ്റൽസിനകത്തെ ലാബുകളിലൊക്കെ ആരൊക്കെ പേഴ്സണൽസ്, ആരൊക്കെ ജോലിക്കാരുണ്ട്, അവരുടെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്, അവര് ഓരോ കാര്യങ്ങളും അവരുടെ ഡിമാൻഡൻസ്, ലാബിന്റെ ഡിമാൻഡൻസ് അവരെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടതും നോക്കി കാണേണ്ട ഉത്തരവാദിത്വവും ലാബ് മാനേജർക്ക് തന്നെയാണ്. Next one, ensure adherence with the federal, state and system regulations to provide operation. ലാബിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു പ്രദേശത്തിന്റെ അവിടുത്തെ ഫെഡറൽ സ്റ്റേറ്റ് റൂൾസ് അനുസരിച്ച്
അവിടുത്തെ ആ ഒരു പ്രദേശത്തെ നിയമങ്ങൾക്കനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. ലാബിൽ ഫോളോ ചെയ്യേണ്ട ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അത് അവിടുത്തെ ഫെഡറൽ സ്റ്റേറ്റ് റെഗുലേഷൻസ് ആണ്. അത് ഫോളോ ചെയ്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറാണ്. ആ നിയമങ്ങൾക്ക് എതിരായിട്ടൊന്നും ലാബില് പ്രവർത്തനങ്ങൾ പാടില്ല. Against the rules and regulations of the state or federal, അതിന്റെ സ്റ്റേറ്റ് ഫെഡറൽ റെഗുലേഷൻസിനും റൂൾസിനും അഗേൻസ്റ്റ് ആയിട്ട് ലാബ് പ്രവർത്തിക്കാൻ പാടില്ല. അത് കൃത്യമായി പ്രവർത്തിക്കുന്നത് അതനുസരിച്ച് തന്നെയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറാണ്. ക്ലിയർ ആയോ? അവിടെ വരുമ്പോൾ വായിച്ചു നോക്കൂ. അടുത്ത പോയിന്റ് തുടങ്ങി നമ്മൾ നേരത്തെ നിർത്തിയ വായിച്ച പോയിന്റിൽ നിന്ന് തൊട്ടടുത്തത് എക്സ്റ്റെൻഡ് കസ്റ്റമർ സർവീസ് തുടങ്ങി ഇവിടെ വരെ എൻഷുർ അഡ്ഹറൻസ് വരെ ഒന്ന് വായിച്ചു നോക്കിയേ. 6 പോയിന്റ് ഉണ്ട് അവിടെ. Okay. Yes. അടുത്തത് assure compliance with all corporate policy procedures in the laboratory. ലബോറട്ടറിയുടേതായിട്ടുള്ള എല്ലാ പോളിസീസും എല്ലാ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സും എന്താ പറയാ അനുശാസിക്കുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറാണ്. എന്ന് വെച്ചാൽ ലാബിന്റേതായിട്ടുള്ള ലാബിന് സ്റ്റേറ്റ് ഫെഡറൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കൂടാതെ ഓരോ ലാബിനും അതിന്റേതായ പോളിസീസ് ഉണ്ട്. നേരത്തെ പറഞ്ഞു നമ്മൾ ലാബിന്റേതായ പോളിസീസ് എല്ലാം തന്നെ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറാണ്. പിന്നെ ലാബിന്റെ റിസർച്ച് പോളിസീസ് ഒക്കെ, അതായത് റിസർച്ച് പോർട്ട്ഫോളിയോ, ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഗവേഷണം നടത്തിയിട്ട് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം. അത്തരം റിസർച്ചസ് ഒക്കെ നടത്തുന്ന ആളുകളെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ ഇന്നോവേഷൻസ് നടത്താനായിട്ട് ചിലപ്പോ എന്താ പറയാ ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ നോക്കിയിട്ട് പല പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യുക, പുതിയ റിസർച്ച് പ്രോജക്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ലാബ് മാനേജറിന്റെ ആ ഒരു ഗൈഡൻസിൽ തന്നെയായിരിക്കണം. അപ്പൊ ലാബ് മാനേജർ അതിനൊന്ന് ഗൈഡ് ചെയ്യണം, ഒരു ലീഡർഷിപ്പ് പോലെ. മനസ്സിലായി? അപ്പൊ പുതിയ റിസർച്ചേഴ്സ് നടത്തുമ്പോൾ അതിന്റെ പോർട്ട്ഫോളിയോസ് ഉണ്ടാക്കുക, അതിന്റെ പോളിസീസും അതുപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്യാനുള്ള പുതിയ റിസർച്ചസും ഒക്കെ കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം ലാബ് മാനേജർക്കുണ്ട്. ലാബ് റിസർച്ച് പോർട്ട്ഫോളിയോ ബൈ ഹെൽപ്പിംഗ് ടു ഡെവലപ്പ് ന്യൂ റിസർച്ച് പ്രോജക്ട്സ് ആൻഡ് പ്രൊപ്പോസൽസ്. പുതിയ പ്രോജക്റ്റുകൾ റിസർച്ചുമായിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ അതിലൊക്കെ താങ്കളുടെ സഹായം, അവരുടെ ലാബ് മാനേജറുടെ പ്രത്യേകം എന്താ പറയാ ഒരു ഹെൽപ്പും ഗൈഡൻസും ആവശ്യമുണ്ട്. ഓക്കെ. അടുത്തത് സെറ്റപ്പ് ആൻഡ് കീപ് ഓൾ ലബോറട്ടറി റെക്കോർഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്പെസിഫിക്കേഷൻസ്. പറഞ്ഞിരിക്കുന്ന രീതികളിൽ ഏത് രീതിയിലാണോ ഓരോ റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് പരിശോധിക്കേണ്ടത്. ഓരോരോ ആളുകൾ അവരവരുടെ റിസൾട്ടുകളൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് റെക്കോർഡാക്കി വെച്ചിട്ടായിരിക്കും. സോ അതൊക്കെ കൃത്യമായി ഓർഡർ അനുസരിച്ച് നോക്കി പരിശോധിച്ച് അതൊക്കെ അതിന്റെയൊക്കെ കൃത്യത അല്ലെ, അതിന്റെ കറക്റ്റ്നസ് അക്യുറസി കൃത്യമായിട്ട് എന്താ പറയാ മാനേജ് ചെയ്യേണ്ടത് ലാബ് മാനേജറാണ്. റെക്കോർഡ്സ് ഒക്കെ എല്ലാം ഉണ്ടാവും. അത് പുള്ളിയുടെ ഒരു നേതൃത്വത്തിൽ പുള്ളി അതിനെല്ലാവരും അതിന്റെ അക്യുറസിയെ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്യാം. ഓക്കെ. Next one, make sure that supplies are available as needed for lab sessions. ലാബില് ആവശ്യം വേണ്ട പല കാര്യങ്ങളുണ്ടല്ലോ, എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, എന്താ പറയാ പല ഇൻസ്ട്രുമെന്റ്സ് ആയിക്കോട്ടെ, whatever it may be. ലാബിൽ ആവശ്യമുള്ള എല്ലാ സപ്ലൈസും കൃത്യമായ സമയത്ത് അവിടെ അവർക്ക് കൊടുക്കുന്നുണ്ട് ഉറപ്പുവരുത്തുക. അത് അല്ല ഇന്ന എക്യുപ്മെന്റ് ഇല്ല, അത് പറഞ്ഞു 2 ദിവസമായി പറഞ്ഞിട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ല, അങ്ങനെ വരാൻ പാടില്ല. Whatever equipment or supplies which is needed in the lab sessions should be provided in time. അല്ലെ, അതൊക്കെ കൃത്യമായ സമയത്ത് അവിടെ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ലാബ് മാനേജറാണ്. അവിടെ അതില്ലാത്തത് കൊണ്ട് അവിടെ ഡിലേ വരാൻ പാടില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട്, റിസൾട്ട് എടുക്കാനോ മറ്റ് റിസർച്ചിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റഡിക്കോ മൈക്രോസ്കോപ്പിക് സ്റ്റഡിക്കോ വേണ്ട സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ
അവിടെ പണി നടത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. സോ അത് എന്താ പറയാ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടത് ലാബ് മാനേജർ തന്നെയാണ്. മേക്ക് ഷുവർ ദാറ്റ് സപ്ലൈസ് ആർ അവൈലബിൾ ആസ് നീഡഡ് ഫോർ ലാബ് സെഷൻസ്. Then suggest measures to enhance testing procedures, use of equipment and needs for new equipment. ഇനി എന്താ പറയാ അവിടുത്തെ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താ പറയാ ടെസ്റ്റ് ചെയ്യുന്ന രീതികളിൽ ഏതെങ്കിലും പുതിയ രീതി മാറ്റങ്ങൾ ഇംപ്രൂവ്മെന്റ് ഒക്കെ കൊണ്ടുവരാണെങ്കിൽ അതനുസരിച്ച് ആ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ അവിടുത്തെ എക്യുപ്മെന്റുകളുടെ ഉപയോഗങ്ങൾ, അതുപോലെ അവിടുത്തെ പുതിയ എക്യുപ്മെന്റുകൾ ഏതെങ്കിലും വേണമെങ്കിൽ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സജഷൻസ് കൊടുക്കേണ്ടത് ലാബ് മാനേജറാണ്. ഇപ്പൊ ഏതെങ്കിലും എക്യുപ്മെന്റ് ഒക്കെ മോശമായിട്ടുണ്ട്, അപ്പൊ അത് ഹോസ്പിറ്റൽസിന്റെ അതോറിറ്റിയോട് അല്ലെങ്കിൽ അവിടുത്തെ മാനേജറോട് കൃത്യമായിട്ട് അറിയിക്കുക. അതിന്റെ എക്യുപ്മെന്റ് അവിടെ ഫെയിലിയർ ആണ്, അതിന് നമുക്ക് പുതിയ ഒരെണ്ണം റിപ്ലേസ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി വഴിയാണ് ഇതൊക്കെ പോകേണ്ടത്. ലാബ് മാനേജർ ഇതെല്ലാം ആ എക്യുപ്മെന്റുകൾ, അതിന്റെ യൂസ്, അതിന്റെ പുതിയ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട necessary measures have to be taken by the lab manager. Okay, and the last one, monitor, analyze and justify expense and revenue within the department. ലാബ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റില് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകള്, ആ ചെലവൊക്കെ എന്തിനൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് ചെലവുണ്ട്, അതൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ട ഫണ്ട് റിസോഴ്സസ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക, അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഒരു ലാബ് ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ചെലവുണ്ട് അതൊക്കെ നമുക്ക് എങ്ങനെ വരുമാനം വെച്ചിട്ട്, ലാബിലും ഒരുപാട് ഇൻകംസ് വരുന്നുണ്ട്. കാരണം എന്താ, ലാബിനകത്താണ് പല ടെസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് നടന്നത്. അപ്പൊ അതിന് ഒരു ഇൻകം ഉണ്ട്. ആ ഇൻകം ഉപയോഗിച്ചിട്ടാണ് ലാബിന്റെ ഇംപ്രൂവ്മെന്റ്, എൻഹാൻസ്മെന്റ്, ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലാബ് ടെസ്റ്റുകളുടെ റിസൾട്ടുകളിൽ നിന്ന് കിട്ടുന്ന ആ ഫണ്ട് ഉപയോഗിച്ച് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് ലാബിൽ കൊണ്ടുവരാം എന്നുള്ളതൊക്കെ കൃത്യമായി നോക്കി ഫണ്ട് അത്തരം ഡെവലപ്മെന്റ് കൊണ്ടുവരണം. അതും ലാബ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അടുത്ത പറഞ്ഞ 6 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ലാസ്റ്റ് പറഞ്ഞത് കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്. മുഴുവനും നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കണ്ട. കുറച്ച് കാര്യങ്ങൾ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ തരാം. അത് ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറയാം. ഓക്കെ, കഴിഞ്ഞല്ലേ? എല്ലാരും വായിച്ചു കഴിഞ്ഞോ? യെസ്, ഓക്കെ. ഞാൻ പറയുന്ന ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടാ. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, അതായത് താഴെ പറയുന്നതില് വിച്ച് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ ദ which of the following are the responsibilities included in the for a lab manager എന്നൊക്കെ ചോദ്യം ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. താഴെ പറഞ്ഞതില് ഏതൊക്കെയാണ് ലാബ് മാനേജറിന്റെ ഉത്തരവാദിത്തങ്ങളിൽ വരിക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 എണ്ണം ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ തരാം. അപ്പൊ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫുള്ള് വായിച്ചു പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് വായിച്ചു പഠിച്ചാൽ കിട്ടുകയൊക്കെ ചെയ്യും. എന്റെ ഒരു കുഞ്ഞു കുഞ്ഞു കഷ്ടം മാത്രമായിട്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്, അത്ര മതി. എന്നെ പറഞ്ഞ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അടുത്തത് പറയുന്ന പോയിന്റ് മാത്രം കേട്ടോ. അടുത്ത പോയിന്റ്, അറേഞ്ച് ഓൺ സൈറ്റ് ട്രെയിനിങ് ഫോർ ന്യൂ ആൻഡ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ് മെമ്പേഴ്സ്. ഉള്ളതും അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ലാബിൽ വരുമ്പോൾ അവർക്ക് വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. 2 പോയിന്റായി. ഡിസ്ചാർജിന്റെ കാര്യം പറഞ്ഞില്ല കേട്ടോ. ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് ഒന്നും പറഞ്ഞില്ല. പിന്നെ
ചെയ്തോ രണ്ടെണ്ണം? അടുത്തത് ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈന്റ്സ്. ഗൈഡ് ദ ഹാൻഡ്ലിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഓഫ് കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈന്റ്സ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. കണ്ടോ പോയിന്റ്? കണ്ടോ? ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ പോയിന്റ്. നെക്സ്റ്റ് വൺ, അടുത്ത പോയിന്റ്, enlarge the lab's research portfolio by helping to develop new research projects. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാം, പ്രോജക്ട്സ് വരെ മതി. Enlarge the lab's research portfolio by helping to develop new research projects. And the last one, last is the point, monitor, analyze and justify expense and revenue within departments. And ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തുള്ള എല്ലാ തരത്തിലുള്ള ചെലവുകളും വരുമാനങ്ങളും ഒക്കെ അനലൈസ് ചെയ്യുക, അത് ജസ്റ്റിഫൈ ചെയ്യുക, മോണിറ്റർ ചെയ്യുക. കിട്ടിയോ? എത്ര പോയിന്റ് ഞാൻ അടയാളപ്പെടുത്താൻ പറഞ്ഞത്, അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്? Responsibilities. Which of the following responsibilities are? Okay, 5 പോയിന്റ് ആണ്. 5 പോയിന്റ് തന്നെയാണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ബാക്കിയുള്ളതൊക്കെ വെറുതെ വായിച്ചിട്ടാ. ഓക്കെ, യെസ്. അപ്പൊ നമ്മളുടെ എല്ലാ ചാപ്റ്റേഴ്സും എടുത്തു കൺഫേം ആണല്ലോ നിങ്ങൾക്ക്? ഇനിയിപ്പോ ചോദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല, കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഞാൻ ഇത് തന്നെ ചോദിച്ചതാണ്. ഫസ്റ്റ് മൊഡ്യൂളിലും കഴിഞ്ഞ 2 ദിവസമൊക്കെ മുമ്പോടെ ഞാൻ ചോദിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ 15 ചാപ്റ്റേഴ്സും സെക്കൻഡ് മൊഡ്യൂൾ ഫസ്റ്റ് മൊഡ്യൂളിലെ 13 ചാപ്റ്റേഴ്സും സെക്കൻഡ് മൊഡ്യൂളിലെ 15 ചാപ്റ്റേഴ്സും ആണ്. നമുക്ക് മൊത്തം 28 ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു എക്സാമിന്, ആദ്യത്തെ മോഡൽ എക്സാമിന് വരിക. നമ്മള് കിട്ടുന്ന സമയത്തൊക്കെ മാക്സിമം നമ്മൾ വായിച്ച് മനസ്സിലാക്കി നമ്മളുടെ ആ ഒരു ഇതിനനുസരിച്ച് പരീക്ഷകൾ എഴുതുക. ഓക്കെ, പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പരീക്ഷകൾ ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇത് കൂടിയാണ്. ഫൈനൽ എക്സാം നമുക്ക് എങ്ങനെ പ്രിപ്പയർഡ് ആകാം, ഫൈനൽ എക്സാമിൽ നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കൂടിയാണ് ഈ മോഡൽ എക്സാം. അപ്പൊ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ആ ഒരു പരീക്ഷയ്ക്ക്. അതുപോലെ തന്നെ 3rd 4th മൊഡ്യൂൾ കഴിയുമ്പോഴും ഉണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അത് ഹോസ്പിറ്റൽസിന്റെ ഇന്റേണൽ ഹോസ്പിറ്റൽസിന്റെ എന്താ പറയാ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളാണ് കൂടുതലും നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കണ്ടത്. ഫോർ എക്സാമ്പിൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, സെൻട്രലൈസ്ഡ് സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, പിന്നെന്താ അങ്ങനെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തന്നെയല്ലേ, ലബോറട്ടറി. ഇതൊക്കെ ഓരോ പർട്ടിക്കുലർ ഓരോ ഹോസ്പിറ്റൽസിന്റെ ട്രീറ്റ്മെന്റുമായിട്ട്, പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുമായി ഡയറക്ട്ലി ബന്ധമുള്ള കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്ന, അങ്ങനത്തെ ഫംഗ്ഷനിങ് നടക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ്. സോ ഇറ്റ് ബി ഈസി. നമുക്ക് ആൻസൈറ്റി ഉണ്ട്, ഇതൊക്കെ എന്താണെന്ന് അറിയാൻ, അതിന്റെ ഉള്ളിലൊക്കെ എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ഈഗർനെസ് ഉള്ളതുകൊണ്ട് അതൊക്കെ ഇച്ചിരി എളുപ്പമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പറഞ്ഞു വന്നത് 3rd and 4th മൊഡ്യൂള് അത്ര അതുപോലത്തെ ചാപ്റ്റേഴ്സ് അല്ല. മീൻസ് അതെല്ലാം തന്നെ മാനേജ്മെന്റ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളാണ് കൂടുതലും. ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ മാനേജ് ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്നത്, പബ്ലിക് റിലേഷൻസ്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെയൊക്കെയുള്ള കുറെ മാനേജീരിയൽ ഏരിയാസ് ആണ് കൂടുതൽ നമുക്ക് അടുത്ത മൊഡ്യൂളുകളിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇതുപോലെ അത്രയും സിമ്പിൾ ആയിരിക്കില്ല, കുറച്ചുകൂടി ഇത്തിരി കൂടി കൂടുതൽ എഫേർട്ട് എടുക്കുക. എന്ന് വെച്ചാൽ അത്ര വലിയ ബുദ്ധിമുട്ടല്ല. നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ലൈവായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടോ നിങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കണ്ടോ കേട്ടോ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മനസ്സിലായത്. അതെങ്ങനെയാണെങ്കിലും ലൈവായിട്ട് കയറാൻ പറ്റുന്നില്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇതോട്ടുകൂടി വായിച്ചൊക്കെ നോക്കുന്നതെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കംപ്ലീറ്റ് ചെയ്യാം. പഠിപ്പിക്കുന്നതൊന്നുമല്ല, പക്ഷെ നമ്മൾ വായിക്കണം എന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇത് ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അവിടെ എന്തൊക്കെ നടക്കുന്നു, അവിടുത്തെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ട്, ഉപകരണങ്ങളുണ്ട്, എന്തൊക്കെ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നു, ഇതൊക്കെ നമ്മൾ അവിടെ പറയുന്നത് കൊണ്ട് ഇച്ചിരി എളുപ്പമായിരിക്കും. നമുക്ക് ഒരു ആകാംക്ഷ ഉണ്ടല്ലോ അത് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾ പരീക്ഷകളൊക്കെ എഴുതണം.
അത് മോഡൽ എക്സാം അല്ലേ, കുഴപ്പമില്ല, ഞങ്ങൾ ഫൈനൽ എക്സാം നന്നായിട്ട് എഴുതും അങ്ങനെ വിചാരിക്കേണ്ട അല്ലേ. എല്ലാത്തിനും നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല റിസൾട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിലൊക്കെ നല്ല മാർക്കൊക്കെ വന്ന് അല്ലെ മരം പിടിക്കുകയൊക്കെ ആകാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കുക. സമയം കളയണ്ട, സമയം ആവശ്യത്തിന് കിട്ടുന്ന സമയത്തൊക്കെ അതൊക്കെ പഠിച്ചിട്ട് ഇരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? എക്സാം കഴിഞ്ഞിട്ട് അതെ അതെ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ടൈം ടേബിൾ തരും. നിങ്ങൾക്ക് ടൈം ടേബിൾ തരും കേട്ടോ. അത് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിന്റെ എക്സാം 100-ലാണ്. മൊഡ്യൂൾ എക്സാംസ് 100-ലാണ്. 1, 2 ഇപ്പൊ മൊഡ്യൂൾ കഴിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ എക്സാമുകൾ വരുന്നത് 100-ലാണ് മോഡൽ എക്സാം. അത് കഴിഞ്ഞ് നമുക്ക് ഫൈനൽ എക്സാം വരുമ്പോ ഓരോ മൊഡ്യൂൾസിൽ നിന്നും 60 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓരോ മൊഡ്യൂളിൽ നിന്നും ഇല്ല. ഇനി എക്സാമിന്റെ കഴിഞ്ഞിട്ട് ഈ എക്സാം ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിന്റെ എക്സാം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് വരിക, ക്ലാസ് വരിക. ഓക്കെ, അതിരാമേവിന്റെയും ഇന്നലത്തെയും കൊണ്ട് ടീച്ചർ എടുത്ത് തീർന്നു. അപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും തീർന്നത് കൊണ്ട് നമുക്കൊരു ഡ്യൂറേഷൻ ഉണ്ട്. ഈ ഒരു ഹാഫ് ഭാഗത്ത് വെച്ച് നമുക്കൊരു മോഡൽ എക്സാം ഉണ്ടെന്ന്. അപ്പൊ ആ ഒരു ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്താ പറയാ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുള്ളൂ, അടുത്ത പോർഷനിലേക്ക്. തേർഡ് ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടായിരിക്കും. 100 മാർക്കിലാണ് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളിന്റെ എക്സാം വരിക. അത് എല്ലാ ചാപ്റ്റേഴ്സിനും കൂടി മിക്സ് ചെയ്ത് അങ്ങനെയാണ് പരീക്ഷ വരിക കേട്ടാ. പിന്നെ അത് പറയും നിങ്ങൾക്ക്, നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂം ഇതല്ല അതിന്റെ ടൈം ടേബിൾ വരും. ഇന്ന ദിവസമാണെന്ന് പറഞ്ഞിട്ട് ടൈം ടേബിളും ടൈമും ഒക്കെ അടക്കം വരും കേട്ടോ. അത് കഴിഞ്ഞ് ആ എക്സാം കഴിഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് എക്സാം ആണ്. മീൻസ് നിങ്ങൾ ഓൺലൈനിൽ തന്നെയാണ് എക്സാം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ചോദിക്കുന്നതാണോ എനിക്ക് മനസ്സിലായില്ല. അതെ, നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമില് അല്ല എക്സാമിന്റെ സമയത്ത് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയും എങ്ങനെയാണ്. അതെ അതെ, നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യണം. നമ്മൾ മോക്ക് ടെസ്റ്റുകൾ കൊടുക്കില്ലേ, അതുപോലെ തന്നെ സെലക്ട് ചെയ്യണം. അതിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഓഫീസിൽ നിന്ന് തരുന്നതായിരിക്കും. എത്ര മണിക്കാണ് നിങ്ങൾ ആ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി വരേണ്ടത്. അപ്പൊ ആ ഒരു ഇത് തന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ വാട്സപ്പിൽ വരികയും ചെയ്യും. ലിങ്ക് അത് കൃത്യം ആ ഒരു 1:30-ക്കാണ് ക്ലാസ് പരീക്ഷയെങ്കിൽ 1:30-ക്ക് 1 മിനിറ്റ് മുമ്പ്, 2 മണിക്കാണ് എക്സാമെങ്കിൽ 2 മണിക്ക് 1 മിനിറ്റ് മുമ്പ് ആയിരിക്കും നിങ്ങൾക്ക് ആ ലിങ്ക് വരിക. ഓക്കെ, അപ്പൊ അതൊക്കെ തരും. ഓക്കെ, യെസ് തരും. അതിന്റെ ഒക്കെ കൃത്യമായിട്ട് വരും. എന്നിട്ട് ഇൻസ്ട്രക്ഷൻസും തന്നിട്ടൊക്കെ എക്സാം കണ്ടക്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതൊക്കെ ഓഫീസ് വഴിയായിട്ടൊക്കെ നിങ്ങൾക്ക് അറിയിക്കും. ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ വരുന്ന പോലെ, മോക്ക് ടെസ്റ്റ് റെക്കോർഡഡ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന പോലെയുള്ള ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിട്ടാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നിങ്ങൾ നന്നായിട്ട് പരീക്ഷയൊക്കെ എഴുതാം. ഓൾ ദി ബെസ്റ്റ്. ഇന്ന് ക്ലാസ് തീർന്നു, മാമിന്റെ ഇല്ലല്ലോ, കാരണം ടീച്ചറിന്റെ പോർഷൻ തീർന്നതാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷയ്ക്ക് മിടുക്കന്മാരും മിടുക്കികളും ആകാം. അടുത്ത പോർഷൻസുമായിട്ട് നമുക്ക് കാണാം കേട്ടോ. എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ഇനി ബാക്കിയുള്ള പോർഷൻ. ഓക്കെ, സോ സി യു. ഓൾ ദി ബെസ്റ്റ് വൺസ് അഗെയിൻ. ഓക്കെ, താങ്ക് യു.